വാട്ട് യു ഡിസയർ. നിന്റെ രൂപം തന്നെ മാറിപ്പോകുന്നവർ ആധുനിക ശാസ്ത്രജ്ഞന്മാർ, സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഒരു പെൺകുട്ടി ആഗ്രഹിക്കുകയാണ്, എനിക്ക് മെലിഞ്ഞുണങ്ങണം, എനിക്ക് നൂല് പോലെ ആകണമെന്ന് അവൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൾ പെതുക്കെ അതിനുള്ള ഡയറ്റൊക്കെ ക്രമീകരിച്ച് അവൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അവൾ എന്ത് ചെയ്യും? വിത്തിൻ എ പീരീഡ് ഓഫ് ടൈം ഷീ വിൽ ബിക്കം ലീൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളായിത്തീരും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നിന്റെ ആഗ്രഹം എങ്ങനെ ആയിരിക്കണം? ഉത്കടമായ ആഗ്രഹമായിരിക്കണം. അപ്പൊ രണ്ടാമത് വേണ്ടത് എന്താണ്? ആഗ്രഹം, ഡിസയർ. അതിന് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ വിൽ എന്ന് പറയും. നീ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു വിൽ സംതിങ്. വിൽ. ചുമ്മാ വിഷ് അല്ല നമുക്ക് വേണം. യു ഡോണ്ട് ഹാവ് വിഷസ്, ബട്ട് യു ഷുഡ് ഹാവ് വിൽസ്. നമുക്ക് എന്താ വേണ്ടത്? വില്ലാണ് വേണ്ടത്. വില എന്താണ് ആവശ്യം? വിഷസ് അല്ല. ചില പറയും ഞാൻ ആഗ്രഹിക്കും, ഞാൻ അതാഗ്രഹിക്കുന്നു, ഞാൻ ഇതാഗ്രഹിക്കുന്നു, ഞാൻ മറ്റേത് ആഗ്രഹിക്കുന്നു. ഒരു കാര്യമില്ല. കൊച്ചു പിള്ളേരെല്ലാം ചെറുപ്പത്തിൽ ആഗ്രഹിക്കുക അധ്യാപകരാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ആഗ്രഹിക്കും പോലീസുകാരാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ IAS പിന്നെ കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ ഡ്രൈവർ ആകാൻ ആഗ്രഹിക്കും. കാരണം ഈ ഏറ്റവും ആമ്പിള്ളേർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡ്രൈവർ ആകുക എന്നുള്ളതാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നേഴ്സ് ആകുക, ഡോക്ടർ ആകുക, അധ്യാപികയാകുക. ഇതൊക്കെ അവർ ആഗ്രഹിക്കും. അപ്പോൾ നീ ആഗ്രഹിക്കേണ്ട ഏതാണ്? നിന്റെ കഴിവിനനുസരിച്ചുള്ളതാകാനാണ് നീ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ പേരൻസ് ഇപ്പൊ അതാണോ ചെയ്യുന്നത്? അങ്ങേലെ ഗോമതിയുടെ മകൾ റാണി കുവൈറ്റിൽ പോയി BSc നഴ്സിംഗ് പാസ്സായി. അവർക്കിപ്പം മാസം ശമ്പളം 2 ലക്ഷം രൂപ. നമ്മുടെ അമ്മയച്ഛനെ എന്തോ ആഗ്രഹിക്കുന്നത്? എന്നെയും പിടിച്ച് എന്താക്കണം? റാണിയെ പോലെ എന്താക്കണം? BSc നഴ്സ് ആക്കണം. ഇതല്ലേ ആഗ്രഹിക്കുന്നത്? കുട്ടനാട്ടിലെ താറാവ് പോകുന്നത് പോലെ. ഒരു താറാവ് മുമ്പേ പോയ ബാക്കി താറാവില്ല അതിന്റെ പുറകെ മുമ്പേ പോകുന്നതിന്റെ പിൻപേ ഗമിച്ചിടും ബഹുമക്കളല്ല എന്ന് പറയുന്നത്. അതല്ല, മറ്റൊരാൾ ആകുന്നതല്ല നമ്മൾ ആകാൻ ആഗ്രഹിക്കേണ്ടത്. ഞാൻ എന്താകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. എന്റെ കഴിവുകളും എന്റെ കഴിവുകേടുകളും എന്റെ ശക്തിയും എന്റെ ബലവും എന്റെ ക്ഷയവും ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ അവലോകനം ചെയ്ത് എന്റെ ദൈവവുമായിട്ട് സംസാരിക്കണം, എന്റെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കണം, എന്റെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കണം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം എന്റെ ലക്ഷ്യം ഞാൻ എന്ത് ചെയ്യണം? കണ്ടത്. മറ്റുള്ളവരെല്ലാം നിങ്ങളെ സഹായിക്കുന്നവരാണ്. തീരുമാനം ആരുടെ കയ്യിലായിരിക്കുന്നത്? നമ്മുടെ കയ്യിലാണ്. ഡിസ്കവർ ദ ഡയമണ്ട് ഇൻ യു. നിന്റെ ഉള്ളിലെ ഡയമണ്ടിനെ നീ കണ്ടെത്തണം. മനസ്സിലായോ? അടുത്തെന്താണ്? വിശ്വാസം, ഫെയ്ത്ത്. അടുത്ത വേണ്ടത് നമുക്ക് എന്താണ്? വിശ്വാസം വേണം, ഫെയ്ത്ത് വേണം. എന്നിട്ട് അർത്ഥം എന്താണ്? ഞാനത് നേടും എന്നുള്ള ഡിറ്റർമിനേഷൻ. ഞാനത് നേടും എന്നുള്ള ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. നിങ്ങൾക്ക് അബ്രഹാമിന്റെയും സാറയുടെയും സംഭവം അറിയാവും. അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് കൊച്ചുണ്ടായത്? 100-ാമത്തെ വയസ്സ്. സാറയ്ക്ക് അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 90 വയസ്സ്. എപ്പോ തുടങ്ങിയ ആഗ്രഹമായിരുന്നു? കല്യാണം കഴിച്ചപ്പോ തുടങ്ങിയ ആഗ്രഹം. വേലക്കാരിയെ വരെ വിട്ടുകൊടുത്തു. വേണ്ട, ഇയാൾക്ക് ഇനി എന്നീ കൊച്ചുണ്ടാകത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാഗാറിനെ തരുന്നു. ഹാഗാറിൽ കൊച്ചുണ്ടായി. പക്ഷെ ദൈവം അന്നു തൊട്ട് പറയുകയാണ്, അബ്രഹാമേ നിനക്ക് ഞാൻ കുഞ്ഞിനെ തരും. അത് വേലക്കാരിയിലല്ല നിനക്ക് ഞാൻ കുഞ്ഞിനെ തരാൻ പോകുന്നത്. മച്ചി എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്ന സാറയിൽ നിനക്ക് ഞാൻ കുഞ്ഞിനെ തരും. അതിനുവേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാമിന്റെ പേര് മാറ്റി. അബ്രാം എന്നായിരുന്നു പേര്, അത് മാറ്റി. ഇതെല്ലാം തുടങ്ങിയ വിശ്വാസം പഠിപ്പിക്കുക. അതുകൊണ്ടാ അബ്രാം എന്നായിരുന്നു പേര്. പിന്നെന്തായി? അബ്രഹാം. എന്നുവെച്ചാൽ അബ്രാം എന്നുള്ളത് എന്തായി മാറി? അബ്രൂഹാം എന്നായി മാറി.
അബ്രഹാമിന്റെ ഉള്ളിലേക്ക് എന്തിനെ വിട്ടു? എന്താ വിട്ടത്? അബ്രഹാം എന്ന പേരിന്റെ ഉള്ളിലേക്ക് എന്തിനെ വിട്ടു? റൂഹായെ വിട്ടു. റൂഹ എന്ന് പറഞ്ഞാൽ റൂഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സുറിയാനി പദത്തിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പൊ നിന്റെ ഉള്ളിലെ ആഗ്രഹം സഫലമാകണമെങ്കിൽ നീ ആരുടെ കൂട്ട് വേണം? നിനക്ക് റൂഹായുടെ കൂട്ട് വേണം, പരിശുദ്ധാത്മാവിന്റെ കൂട്ട്. അതുകൊണ്ട് മോളെ നീ പ്രാർത്ഥിക്കണം. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഞാനിപ്പോ 46 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ഒരു കൊച്ചിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. എന്റെ പണി അതാ. ആദ്യം ചെയ്യുന്ന വർത്തമാനം, ഞാൻ രാവിലെ 46 വയസ്സുള്ള ഇത്രയും പഠിച്ച ജോലിയുള്ള മിടുക്കൻ എന്ന് പറയുന്ന ഞാൻ, അഹങ്കാരിയായ ഞാൻ, ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി എന്റെ ദൈവത്തിന് രാവിലെ ഞാൻ എന്ത് കൊടുക്കും? ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. രാത്രി കിടക്കുമ്പോൾ ഇത്രയും മിടുക്കനായ, വലിയ പ്രഗത്ഭനായ ഞാൻ, അഹങ്കാരിയായ ഞാൻ, രാത്രി കിടക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? ഹോളി സ്പിരിറ്റ്. ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ്. ദൈവമേ, നിന്റെ ചിറകിന്റെ കീഴിൽ, നിന്റെ മടിയിൽ ഞാനിതാ കിടക്കുന്നു. ഗുഡ് നൈറ്റ്. ഒരു മണ്ടനെ പോലെ, ഒരു ഭോഷനെ പോലെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഒരു ക്വാളിഫിക്കേഷനും ഞാൻ നോക്കാറില്ല. ഒരു ഈഗോയും എനിക്ക് തടസ്സമല്ല എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്. എന്റെ എല്ലാം അവനല്ലേ, പിന്നെ ഞാൻ എന്തോന്നു? അതില് അബ്രഹാമിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അബ്രഹാമിന്റെ പേരിൽ ഒരു ഓപ്പറേഷൻ നടത്തി. അബ്രഹാം എന്ന പേരിനെ മാറ്റി അവന്റെ ഉള്ളിൽ സിസേറിയൻ നടത്തി പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവന്റെ പേരെന്തായി മാറി? അബ്രഹാം എന്നാക്കി മാറ്റി. സാറായുടെ പേര് മാറ്റി. സാറ വെറും സാറ അയാളുടെ അവളെന്തായി മാറ്റി? സാറായി, സാറുഹ. അങ്ങനെ അവളുടെ ജീവിതത്തിൽ 90-ാമത്തെ വയസ്സിൽ അവൾക്കൊരു കുഞ്ഞിനെ ഉണ്ടായി. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞിനെ ഉണ്ടായി. നിന്റെ സന്തതികളെ കടൽ കരയിലെ മണ്ണ് പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ക്രിസ്ത്യൻസും, മുഴുവൻ യഹൂദന്മാരും, മുഴുവൻ മുസ്ലിംസും ആരുടെ സന്തതിയാണ്? അബ്രഹാമിന്റെ സന്തതി. ഇതുവരെ ജനിച്ചവരുടെ എണ്ണം ആർക്കും കണക്കെടുക്കാൻ പറ്റും? ഇപ്പോൾ അവരെ എടുക്കാം. മരിച്ചുപോയ എത്രയെത്ര കോടികൾ, ഇനിയും ജനിക്കാനിരിക്കുന്ന എത്രയെത്ര കോടികൾ, ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് കണക്കെടുക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞത് നടപ്പിലാക്കിയോ? ഇതാണ് വിശ്വാസം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഇടയിൽ ഇംപോസിബിൾ എന്ന പേരില്ല. ഇംപോസിബിൾ. ഇംപോസിബിൾ എഴുതാൻ പോവുകയാണ് ഞാൻ. ഇംപോസിബിൾ. ഇംപോസിബിൾ എന്നുള്ള വാക്കില്ല ക്രിസ്തീയ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിനോടൊപ്പം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തില്ല? ഇംപോസിബിൾ എന്നില്ല. പിന്നെ എന്താണുള്ളത്? ഐ ആം പോസിബിൾ. ഐ പിന്നെന്താണ്? സ്പോക്കൺ ഇംഗ്ലീഷിൽ ഐ ആം എന്നുള്ളത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഐ എം പോസിബിൾ. മനസ്സിലായോ? നിനക്ക് എല്ലാം സാധ്യമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, എന്റെ സർവശക്തനായ ദൈവം വഴി എനിക്കെല്ലാം സാധ്യമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. There is nothing which is impossible, but everything is possible for me. ഇത് വിശ്വസിക്കണം. നീ ഡോക്ടറാകും, നീ എഞ്ചിനീയർ ആകും, നല്ല മനുഷ്യനാകും, ഗുണമുള്ളവനായിത്തീരും, സ്നേഹമുള്ളവനായിത്തീരും. ഇത് നീ എന്ത് ചെയ്യണം? നീ വിശ്വസിക്കണം. നിന്റെ ഉള്ളിലെ എല്ലാ ചപലതകളും മാറിപ്പോകും.
എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും, നീ സ്വതന്ത്രനാകും. ഇത് നീ വിശ്വസിക്കണം. മനസ്സിലായോ? അടുത്തെന്താണ്? പദ്ധതി, പ്ലാനിങ്. എന്താണ് വേണ്ടത്? പ്ലാനിങ് വേണം, ആസൂത്രണം വേണം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? എബ്രഹാമാണ്. പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ? ജോസഫാണ്. ചില ഹിന്ദു കുട്ടികൾക്ക് അറിയത്തില്ലായിരിക്കും. അബ്രഹാമിന്റെ മകന്റെ പേരെന്തായിരുന്നു? ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകന്റെ പേരെന്തായിരുന്നു? യാക്കോബ്. യാക്കോബിന്റെ മകന്റെ പേരാണ് ആരെന്ന് പറയുന്നത്? ജോസഫ്. കേട്ടോ മോളെ? അബ്രഹാമിന്റെ മകന്റെ പേര് ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകന്റെ പേര് യാക്കോബ്. യാക്കോബിന് 12 മക്കളിൽ ഒരുവനായിരുന്നു ആരെന്ന് പറയുന്നത്? ജോസഫ്. ആ ജോസഫിന്റെ കഥയല്ല, നടന്ന സംഭവമാണ്. അത് പഠിക്കണം നിങ്ങൾ. ജോസഫ് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തായി. എന്നുവെച്ചാൽ അവനെ കൊന്നു കളഞ്ഞതാണ്. പക്ഷെ കൊല്ലാൻ കൊണ്ടുപോയവർക്ക് അവനോട് ക്ഷമ തോന്നിയിട്ട് അവനെ കൊണ്ടുവന്ന് അടുത്ത രാജാവിനെ വിറ്റു. ആ രാജകൊട്ടാരത്തിൽ അവൻ വളർന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവനെ പ്രേമിക്കാൻ ശ്രമിച്ചു. ആരാണ്? ആ രാജകൊട്ടാരത്തിലെ രാജ്ഞി അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തില്ല. അവസാനം രാജ്ഞി എന്ത് ചെയ്തു? ഇവന്റെ പേര് കള്ളക്കേസ് കൊടുത്തു. അങ്ങനെ ഇവനെ ഇവിടെ എന്ത് ചെയ്തു? തടവറയിലാക്കി. തടവറയിൽ കിടക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കും. അവൻ ദൈവ പൈതലായിരുന്നു. വളരെ എളുപ്പം ഞാൻ പറയുകയാണ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കും. അപ്പോൾ രാജാവിന്റെ ഒരു വേലക്കാരൻ ഇങ്ങനെ ജയിലിൽ കിടന്നിരുന്നു. അവന്റെ സ്വപ്നം ആര് വ്യാഖ്യാനിച്ചു കൊടുത്തു? ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ ഇവൻ അവസാനം സ്വതന്ത്രനായി. ആ രാജാവിന്റെ സേവകൻ. അങ്ങനെ ഇരിക്കലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാജാവിനാകെ വിഷമമായി. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? ഇതാണ് കണ്ട സ്വപ്നം. എന്താണ്? 7 തടിച്ചു കൊടുത്ത പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ. 7 തടിച്ചു കൊടുത്ത പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് കണ്ട സ്വപ്നം. ആര് കണ്ട സ്വപ്നം? രാജാവ് കണ്ട സ്വപ്നം. ഇതിന്റെ അർത്ഥം രാജാവ് ഇങ്ങനെ ആലോചിച്ച് നടക്കുക. രാജസേവകനോടും പറഞ്ഞു, എടാവേ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താണ് ഇതിന്റെ അർത്ഥം? വല്ലവർക്കും പറയാൻ മതി. രാജ്യത്ത് മുഴുവൻ വിളംബരം ചെയ്തു, ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. രാജസേവകൻ പറഞ്ഞു, രാജാവേ, ഇങ്ങനെ ഒരാളുണ്ട് കാരാഗ്രഹത്തിൽ പിടിച്ചിരിക്കുന്ന ജോസഫ്. അവൻ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനാണ്. ഉടനെ രാജാവ് എന്ത് ചെയ്തു? ജോസഫിനെ വിളിച്ചു. ജോസഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാവേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. 6 തടിച്ചു കൊടുത്ത പശുക്കളെ 6 മെലിഞ്ഞ പശുക്കൾ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഉടൻ തന്നെ ജോസഫ് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈജിപ്റ്റ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇനിയും വരുന്ന 7 വർഷം എന്തായിരിക്കും? സമ്പൽ സമൃദ്ധിയായിരിക്കും. ഇഷ്ടം പോലെ ഗോതമ്പുണ്ടാകും, നെല്ലുണ്ടാകും, ചോളം ഉണ്ടാകും. എല്ലാ കൃഷിയിടങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇനി വരുന്ന 7 വർഷം. എന്നാൽ തുടർന്ന് വരുന്ന 7 വർഷം എന്തായിരിക്കും? വരൾച്ചയായിരിക്കും, ക്ഷാമമായിരിക്കും, വെള്ളം കിട്ടാതെ വരും, കൃഷി മുഴുവൻ നശിക്കും. രാജാവിന് സ്വപ്നത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി. രാജാവ് ഉടൻ തന്നെ എന്ത് ചെയ്തു? ഇവനെ പിടിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയാക്കി. ആരെ? ജോസഫ്. എന്നിട്ട് പറഞ്ഞു, നീ ദൈവ പൈതലാണ്, നീ ദൈവത്തിന്റെ മകനാണ്, ഉള്ളത് ചെയ്യുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ. ഈ 7 വർഷം അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ആ രാജ്യത്തെ മുഴുവൻ നെല്ലറകളും എല്ലാ പത്തായങ്ങളും കൊത്തളങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. പ്ലാൻ ചെയ്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ലോകം മുഴുവൻ ക്ഷാമമായി. പക്ഷെ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും, അതായത് ഇദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ഇസ്രായേലിൽ നിന്ന് പോലും എന്ത് ചെയ്യാൻ തുടങ്ങി? ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ. കണ്ടില്ലേ പ്ലാനിങ്? അവര് വന്ന് ഈ 7 വർഷം കൊണ്ട് സംഭരിച്ച നെല്ലും വിത്തുകളും ഒക്കെ ആർക്ക് കൊടുത്തു? മറ്റുള്ളവർക്ക് കൊടുത്തു, വിതരണം ചെയ്തു. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അങ്ങനെ ജോസഫിന്റെ തലമുറയും ഈജിപ്തിൽ പാർത്തു. ഇതിനെ തുടർന്ന് അവിടെ നിന്ന് പിന്നെ അവർ ഇസ്രായേലിലേക്ക് പോകുന്നു. അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ജോസഫ് പ്ലാൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യണം. എങ്ങനെ പ്ലാൻ ചെയ്യും? പ്ലാൻ ചെയ്യേണ്ടത് ഇനിയും +2 പരീക്ഷയ്ക്ക് എത്ര ദിവസം?
30 ദിവസം ഉണ്ടോ? പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഉണ്ടോ? അത് 25 ദിവസമാണോ? 25 ദിവസം ഒന്ന് കൂട്ടുക. 25 ദിവസം പ്ലസ് ടുവിന്റെ പരീക്ഷ, അല്ല 20 ദിവസം. ഓക്കെ, 4-ാം തീയതി ആണല്ലോ പരീക്ഷ തുടങ്ങുന്നത്. ഇന്നെന്താ തീയതി? ഇന്നത്തെ തീയതി 9. എത്ര ദിവസം വരും? എത്ര വരും? 25 ദിവസം വരുമല്ലോ. 25. ഒരു ദിവസം നമ്മൾ പഠിക്കുന്ന സമയം 8 മണിക്കൂർ ആണല്ലോ. 24 മണിക്കൂറിൽ എത്ര മണിക്കൂറേ പഠിക്കുന്നുള്ളൂ? 8 മണിക്കൂർ പഠനം, 8 മണിക്കൂർ ഉറക്കം, ആഹാരം, തീറ്റി, കൊതിഞ്ഞുണയും പറച്ചിലും എല്ലാം കൂടെ 8 മണിക്കൂർ എന്താണ് പഠനം. 8 മണിക്കൂർ പഠനം, 8 മണിക്കൂർ ആഹാരം, തീറ്റി, തുണിനന, വർത്തമാനം, പിന്നെ 8 മണിക്കൂർ എന്താണ് ഉറക്കം. ഓക്കെ, ഉള്ളല്ലോ. 25 ഗുണം 8 എത്ര വരും? എനിക്ക് കണക്കറിയത്തില്ല, കണക്കൂട്ടിക്ക്. 25 ഗുണം 8 എത്ര മണിക്കൂറുണ്ട് ഇനിയും? പറ. 25 ഗുണം 8 എത്ര വരും? 25 ഗുണം 4 എത്ര? 100. 25 ഗുണം 8 എത്ര വരും? 200 മണിക്കൂറേ ഉള്ളൂ ഇനി പഠിക്കാൻ. ഈ 200 മണിക്കൂർ ഇനിയും പഠിക്കേണ്ടത്. ഇതിന്റെ അകത്ത് ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുക, ടഫ്നെസ് കുറഞ്ഞ വിഷയങ്ങൾ എടുക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരാൾ മിടുക്കനായിരിക്കും, പക്ഷെ ചരിത്രത്തിൽ മിടുക്ക് കുറവായിരിക്കും. അങ്ങനെ ടഫ് കുറഞ്ഞത്, ടഫ് കൂടിയത് ഇങ്ങനെ എന്ത് ചെയ്യുക? അനൗൺസ് ചെയ്യുക. അങ്ങനെ ഈ 200 മണിക്കൂറിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത്, ഫിസിക്സിന് ഞാനൊരു 30 മണിക്കൂർ പഠിക്കും, കെമിസ്ട്രിക്ക് 30 മണിക്കൂർ, മാത്തമാറ്റിക്സിന് 30 മണിക്കൂർ, ഇംഗ്ലീഷിന് 10 മണിക്കൂർ, സെക്കൻഡ് ലാംഗ്വേജിന് 5 മണിക്കൂർ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തരംതിരിക്കണം. മനസ്സിലായോ? അങ്ങനെ കൂടുതൽ പ്രയാസമുള്ളതിന് കൂടുതൽ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒന്നാമതായിട്ട് എന്ത് വേണം? ഗോള് വേണം. രണ്ടാമതായിട്ട് എന്ത് വേണം? ഡിസയർ വേണം. മൂന്നാമതായിട്ട് എന്ത് വേണം? വിശ്വാസം വേണം. നാലാമതായിട്ട് എന്ത് വേണം? പ്ലാനിങ് വേണം. വീട് വെക്കുന്നത് പോലെ, വീട് കട്ട വെച്ചു സിമെന്റ് ഇട്ടു, കട്ട വെച്ചു സിമെന്റ് ഇട്ട്, ഇങ്ങനെ വീട് വെക്കുന്നത് പോലെ ജീവിതത്തിൽ എന്ത് വേണം? പ്ലാനിങ് ആവശ്യമാണ്. അവസാനത്തെയാണ് ഇതെന്ന് പറയുന്നത് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പ്രവർത്തനം, പ്രവർത്തിക്കുക. എന്താണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജോലി ചെയ്യുക എന്നുള്ളതാണ് എന്റെ അർത്ഥം. വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് thoroughly എന്നാണ് പറയുന്നത്. നീ എന്ത് ചെയ്താലും അതെന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ബോധ്യത്തോടെ ചെയ്യുക. പ്രതിഭ 1%, പ്രചോദനം 99%. 1% എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രചോദനം. 99% എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വർക്കാണ്. മനസ്സിലായോ? ഒരാളുടെ പ്രതിഭ അളക്കുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് പ്രതിഭയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1% മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്ന പ്രചോദനം. 99% എന്താണ്? ആ ആളിന്റെ കഠിനാധ്വാനമാണ്, ഹാർഡ് വർക്കാണ്. There is no substitute for hard work. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് എന്താ വേണ്ടത്? ഇവിടെ പറഞ്ഞ ഒന്നാമതായിട്ട് എന്താ വേണ്ടത്? ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം. രണ്ടാമത് എന്താ വേണ്ടത്? ഡിസയർ അല്ലെങ്കിൽ എന്താ വേണ്ടത്? ആഗ്രഹം. മൂന്നാമതായിട്ട് എന്താ വേണ്ടത്? വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഫെയ്ത്ത്. നാലാമതായിട്ട് എന്താ വേണ്ടത്? പദ്ധതി അല്ലെങ്കിൽ എന്താ വേണ്ടത്? പ്ലാനിങ്. അഞ്ചാമതായിട്ട് എന്താ വേണ്ടത്? പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? ആക്ഷൻ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്തായി മാറുന്നത്? എക്സലന്റ് ആയി. ഇങ്ങനെ എക്സലൻസ് ഉള്ള വ്യക്തികളായി മാറണം. ജോസഫിനെ പോലെ, എബ്രഹാമിനെ പോലെ, ഒബാമയെ പോലെ, ഐൻസ്റ്റീനെ പോലെ, മദർ തെരേസയെ പോലെ, ഗാന്ധിജിയെ പോലെ, വിവേകാനന്ദനെ പോലെ, ഇങ്ങനെ AK ആന്റണിയെ പോലെ, DS അച്യുതാനന്ദനെ പോലെ, ഇങ്ങനെ നല്ല നല്ല മൂല്യങ്ങളുള്ള ആൾക്കാരെ നിങ്ങൾ എടുക്കുക.